എൻജിൻ ബേ ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഓട്ടോ ഗരാജ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ കമൻറ്റ്, അതായത് എല്ലാ വീഡിയോസ് ഇടുമ്പോഴും നമ്മുടെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം, ജീപ്പിൻ്റെ വീഡിയോ ചെയ്യണം, ജീപ്പിൻ്റെ വീഡിയോ ഇനിയും ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു തീരുമാനിച്ച് ജീപ്പിൻ്റെ എല്ലാ മോഡലുകളും വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ കൈ കിട്ടുന്ന ജീപ്പിൻ്റെ എല്ലാ മോഡലുകളും വെച്ചൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു CJ-3B, നമ്മൾ ഓൾറെഡി 2 CJ-3Bയുടെ വീഡിയോ ചെയ്തതാണ്, എങ്കിൽ പോലും ഇന്ന് വളരെ വെറൈറ്റി ഒരു CJ-3B ആണ്. അപ്പോൾ സിംഗിൾ ഓണർ വണ്ടി, ഒരു 64 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു വാഹനത്തിന്. അത് ചേസൊക്കെ മാറി നമ്മുടെ ലോങ് വീൽ ബേസ് വാഹനമാക്കിയ ഒരു CJ-3B ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം. ഒപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കും കടക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. അപ്പോൾ ഇതൊരു CJ-3B ആണ്. പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു CJ-500ൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് സിംഗിൾ ഓണറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചേസ് നമ്മളിപ്പോൾ മറ്റേ CJ-500ൻ്റെ ആക്കിയിട്ടുണ്ട്. എൻജിനാണെങ്കിലും ഡീസലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്ന വാഹനം റൈറ്റ് ഹാൻഡ് ഡ്രൈവും ആക്കിയിട്ടുണ്ട്. പക്ഷേ വണ്ടി CJ-3B തന്നെയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഇൻറ്റീരിയറിലാണെങ്കിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ബമ്പർ നോക്കുകയാണെങ്കിൽ തന്നെ അതേപോലെ സ്റ്റോക്ക് ബമ്പർ തന്നെയാണ്. പഴയ ആ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്ന അതേ ബമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ 2 ഹോണുകൾ കാണാൻ സാധിക്കും. അപ്പോൾ 2 സൈഡായിട്ട് 2 ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്ലാറ്റ് ഫെൻഡർ ആയതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതും നമുക്ക് പഴയ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സെൻറ്റർ പോസ്റ്റ്, നമുക്ക് ഈ റിബണൊക്കെ വെച്ച് ഈ കാറ്റടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻട്രൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രലായിട്ട് തന്നെ മഹേന്ദ്രയുടെ ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും. 2 സൈഡിലായിട്ട് ആ പഴയ രീതിയിൽ തന്നെയുള്ള ഹെഡ് ലാമ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫെൻഡർ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്ലാറ്റ് ഫെൻഡറാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ജീപ്പുകൾക്കുള്ള അതേ ഫ്ലാറ്റ് ഫെൻഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ഫ്രെയിം ഫിക്സഡ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ബ്ലാക്കും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ആ ചേസ് മാറിയതിൻ്റെ ആ ഒരു നീളക്കൂടിൽ നമുക്ക് ഈ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഇത് കണ്ടില്ലേ, നമ്മുടെ നോർമൽ CJ-500ൻ്റെ ആ ഒരു നീളമായി. അപ്പോൾ CJ-3B ശരിക്കും 80 ഇഞ്ച് വീൽ ബേസ് ആയിരുന്നെങ്കിൽ ഇത് ശരിക്കും ഇപ്പോൾ ഒരു 91 ഇഞ്ച് വീൽ ബേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കളറും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാറിനൊക്കെ വരുന്ന പോലെ അതുപോലെ ഫിനിഷിങ്ങിലാണ് ഈ ഒരു കളറും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു ഇത് കണ്ടില്ലേ, പടുത തന്നെയാണ്. പക്ഷേ എങ്കിലും അകത്ത് നല്ല ഹാർഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് പോലെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഡിസൈൻ സാധാരണ ജീപ്പിനൊന്നും ഡോറുകൾ കാണാത്തതാണ്. അപ്പോൾ ഇതിനൊരു ഡോർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ബൈക്കിൻ്റെ ആ ഒരു വട്ടത്തിലുള്ള ആ ബുള്ളറ്റിനൊക്കെ വരുന്ന പോലെ തന്നെ ആ ഒരു പഴയ ഫീൽ കിട്ടുന്നതിന് വേണ്ടി ആ ഒരു സൈഡ് മിററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു വാട്ടർ ചാനലും കാര്യങ്ങളും എല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട് 2 സ്പ്ലിറ്റായിട്ട്. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഡീസൽ ടാങ്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നെങ്കിൽ അപ്പോൾ ഈ വാഹനത്തിന് റൈറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഡീസൽ ടാങ്ക്. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. പുറകിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഹാർഡ് ടോപ്പ് ആക്കിയത് കറക്റ്റായിട്ട് എടുത്തറിയാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു 2 സൈഡിലും ഗ്ലാസ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്.
നമ്മൾ ഈ താറിനൊക്കെ ഇപ്പോൾ ഹാർഡ് ടോപ്പ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലം അതുപോലെ തന്നെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പോലും അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഡോറും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ജീപ്പിന് ഇത് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ വളരെ ചുരുക്കം തന്നെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സൈഡിൽ ഗ്ലാസ്, അപ്പോൾ അകത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വെളിയിൽ നിന്നൊരു നമുക്ക് ആ ഒരു നോക്കാനായിട്ടും എല്ലാം സൗകര്യത്തിന് വേണ്ടി തന്നെ 2 സൈഡിലുമായിട്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഈ ഒരു ഡോറ് ഇത്രയും നീളത്തിലാണ് ഈ ഒരു ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ഹാൻഡിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ജീപ്പിനാണെങ്കിൽ ഇവിടെ പിന്നെ വീണ്ടും പടുതയാണ് വരുന്നത്. അപ്പോൾ അതിനും കൂടെ ഇവിടെ ഒരു വലിയ ഗ്ലാസ്സായിട്ട് കൊടുത്ത് നമുക്ക് അകത്തുനിന്ന് വെളിയിലോട്ട് നോക്കാൻ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയെല്ലാം ഈ ഒരു ഗ്ലാസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറ് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വളരെ നമുക്ക് ഏതൊരാൾക്കും അകത്തേക്ക് കയറാൻ ആക്സസബിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് തുറക്കാൻ വേണ്ടിയും അകത്തൊരു ഹാൻഡിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ സ്റ്റെപ്പിന് നമുക്ക് സാധാ ജീപ്പിന് കാണുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റെപ്പിന് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേനും ഇവിടെ CL550 MDI എന്നുള്ളൊരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ പഴയ രീതിയിൽ തന്നെയുള്ള ടെയിൽ ലാമ്പ് അതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഇൻഡിക്കേറ്റർ അതേ ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2 സൈഡിലും സെപ്പറേറ്റ് ആയിട്ടാണ് റിവേഴ്സ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും ഇതിന് വരുന്നതല്ല, രണ്ടാമതായിട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റ് പോർഷനും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പും നമുക്കിവിടെ ഒരു അലൂമിനിയം പ്ലേറ്റിംഗ് വെച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും 2 സൈഡിലായിട്ടും ലൈറ്റും ബ്രേക്ക് ലൈറ്റ് എക്സ്ട്രായും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇൻറ്റീരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് പഴയ ഒരു കാറിനകത്തൊക്കെ ഇരിക്കുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ റൂഫ് വർക്ക് ആണെങ്കിലും എല്ലാം അതേപോലെ തന്നെ സെറ്റ് ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ സീറ്റാണെങ്കിലും ബക്കറ്റ് സീറ്റാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ കുഷനിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി സീറ്റാണ്. അപ്പോൾ ഡോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ആ ഒരു കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ ഒരു പ്രൈവസി കിട്ടുന്നുണ്ട്. ജീപ്പിന് പൊതുവേ പ്രൈവസി ഇല്ല, കാരണം ഓപ്പൺ ആണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തിരിക്കുന്നവരെല്ലാം ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സൈഡ് മിററിലേക്ക് ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ ജീപ്പിന് നമുക്കറിയാം, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീപ്പിനൊക്കെ അകത്തെ വെള്ളം അതുപോലെ തന്നെ പുറത്തെ വെള്ളം അതുപോലെ തന്നെ അകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ഒരു പ്രതിവിധിയായിട്ടാണ് ഇവിടെ ഒരു ഷട്ടറും കാര്യങ്ങളൊക്കെ ഡോറിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സാധാരണ ഗ്ലാസ് ആണെങ്കിൽ ഈ വാഹനത്തിന് നമ്മുടെ ബസ്സിൻ്റെയൊക്കെ പോലെ തന്നെ ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിങ്ങനെ നമ്മൾ ബസ്സിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ താത്ത് നമുക്ക് ഷട്ടർ ഇങ്ങനെ താക്കാനായിട്ട് സാധിക്കും. ഇവിടെ 2 ക്ലിപ്പുണ്ട്, അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഷട്ടർ താന്ന് പോന്നോളും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഷട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ പൊക്കി വെക്കാനായിട്ട് സാധിക്കും. 2 ക്ലിപ്പ് ഇങ്ങനെ ഇട്ടാൽ മതി. നമ്മൾ ബസ്സിൽ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കസ്റ്റം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ജീപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിട്ട് തന്നെ. അപ്പോൾ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് പഴയ CJ-3Bയുടെ അതേ ഒരു ഇതും അല്ല, മീറ്റർ കൺസോൾ ആണെങ്കിലും എല്ലാം. അപ്പോൾ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ടെമ്പറേച്ചർ, സെൻട്രലായിട്ട് തന്നെ സ്പീഡോമീറ്റർ, ബാറ്ററിയുടെ, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഫ്യൂൽ ഗേജ്, അതുപോലെ തന്നെ ഓയിൽ പ്രഷർ എല്ലാം കൂടി ചേരുന്ന ഒരു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലും നമ്മുടെ പഴയ ബൊലറോ മേജർ അതിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് വീലാണ്, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് ഈ വശങ്ങളിലേക്ക് വലത് സൈഡിലേക്ക് വരുമ്പോഴത്തേനും കുറേ സ്വിച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മുടെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ സെൻട്രൽ ഒരു ഫാന്, നമുക്കറിയാം ഈ ആർട്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ആർട്ട് ചെയ്തുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ സെൻട്രൽ ഒരു ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡ്രൈവറിനും കോ ഡ്രൈവറിനും എല്ലാം നല്ല കാറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഈ ഗിയർ നോബ് നമുക്ക് മാറ്റിയിട്ടുണ്ട്. കാറിൻ്റെ സൈഡിലൂടെയൊക്കെ ഗിയർ നോബാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 3+1 പഴയ ആ ഗിയർ ബോക്സ് തന്നെയാണ്, ഗിയർ ബോക്സ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ജസ്റ്റ് പിന്നെ എൻജിൻ ഒന്ന് ഡീസലൈസ് ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ ട്രാൻസ്ഫർ കേസ് വരുമ്പോഴത്തേനും T18 ട്രാൻസ്ഫർ കേസാണ് വരുന്നത്, ഡബിൾ ലിവർ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെൻട്രലായിട്ട് തന്നെ ഇത് നീറ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അതേപോലെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോർ മാറ്റൊക്കെ ചെയ്തില്ല, കാരണം അതേ മെറ്റീരിയൽ തന്നെയാണ് ഫ്ലോറിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ,
സ്റ്റോറേജ് സ്പേസ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിനകത്താണ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇനി എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും പൂട്ടി വെക്കണേ തന്നെ ഇവിടെ എക്സ്ട്രാ 3 ലോക്കായിട്ടാണ് അതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷിലും സ്റ്റോറേജ് സ്പേസ് ജീപ്പിനുള്ളതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഗ്രാബ് റെയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ സ്പീക്കർ, നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ ഈ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെയും കോ ഡ്രൈവർ സീറ്റിൻ്റെയും ഹെഡ് റെസ്റ്റിന് മുകൾ ഭാഗത്തായിട്ടാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് പൈനിയറിൻ്റെ 2 സ്പീക്കറാണ് അതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫ്രണ്ടിലെ കാര്യങ്ങൾ. ഇനി ബാക്കിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ യാത്ര കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പുറകുവശത്തേക്കൊന്ന് പോകാം. പുറകുവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് 2 സൈഡും ഫേസ് ടു ഫേസ് ആണ് സീറ്റ് ജീപ്പിന് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ജീപ്പിന് ഈ ഒരു സൈഡിൽ മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡിൽ സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ സീറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡോർ സെക്ഷൻ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡോർ അടച്ചു കഴിയുമ്പോൾ പുറകെ ഇരിക്കുന്നവർക്ക് ഒരു പ്രൈവസി കിട്ടും. കാരണം ജീപ്പിനെന്ന് പറഞ്ഞാൽ പുറകെ ഇരുന്നാൽ ബൈക്കിൽ കൂടെ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അതുപോലെ തന്നെ അകത്ത് എന്താണ് നടക്കുന്നത് എല്ലാം അറിയാനായിട്ട് സാധിക്കും. കാറിനെ പോലെ തന്നെ ഒരു പ്രൈവസി കുറവുള്ളൊരു വാഹനമാണ് ജീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബോഡിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ ഫ്ലോറ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാറിനൊക്കെ ഫ്ലോർ മാറ്റ് ഇടുന്ന പോലെ ആ ഒരു ഫ്ലോർ മാറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഗ്ലാസ് ഫിക്സഡ് ആക്കിയിട്ടുള്ളതുകൊണ്ട് അകത്ത് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ പടുതായിൽ ഒരിക്കലും നമുക്ക് ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കട്ടി കൂടിയ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് തുറക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ 2 സൈഡിലായിട്ട് തന്നെ നമുക്ക് 2 ലൈറ്റ് അകത്ത് ആവശ്യമുണ്ടെങ്കിൽ 2 ലൈറ്റ് അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ മൊത്തം പാനലാണ് ചെയ്തിരിക്കുന്നത് റെക്സിൻ ഉപയോഗിച്ച് തന്നെ. ആ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ 2 സ്പീക്കറിൻ്റെ ബോക്സിൽ നമുക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ 2 സൈഡിലും പിടിച്ചിരിക്കാൻ വേണ്ടി ഇവിടെ 2 കമ്പിയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ അതേ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്ത് ബൈക്കിലും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അത്രയൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ഇതിനകത്ത് ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോൾ പറയേണ്ടത്. കാരണം ഇത്രയും പഴക്കമുള്ളൊരു വാഹനമായിരുന്നിട്ട് കൂടിയും ഇതേപോലെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതിയ മേജർ എടുത്ത് നോക്കിയാലും ശരി, ഇങ്ങനൊന്നും ആരും നമുക്ക് ഈ ഹാർഡ് ടോപ്പും ഇതുപോലെ ഡോറും ചെയ്ത് വളരെ ചുരുക്കം തന്നെ, ഞാനധികം കണ്ടിട്ടില്ല വാഹനങ്ങൾ ഇങ്ങനെ ഹാർഡ് ടോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും സിംഗിൾ ഓണർ വാഹനമായിരുന്നിട്ട് കൂടി, ഇത്രയും പഴക്കം ഉണ്ടായിരുന്നിട്ട് കൂടിയും ഈ വാഹനത്തിൻ്റെ ഓണർ ഇങ്ങനെ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിന് വലിയൊരു നന്ദി നമ്മൾ ഈ സമയത്ത് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു എൻജിൻ റൂം എന്ന് പറയുന്നത്. നമുക്ക് പെട്രോൾ എഞ്ചിൻ ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഇൻ്റർനാഷണൽ എഞ്ചിൻ ആക്കിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്ന് ആ ഒരു എൻജിൻ ബേ ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ക്ലീനായിട്ടാണ് ആ ഒരു എൻജിൻ റൂമും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നമുക്ക് പുതിയൊരു ബാറ്ററി ഇവിടെ ആയിട്ടാണ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എയർ ഫിൽറ്ററാണ് അതുകൊണ്ട് കാണുന്നത്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ എഞ്ചിൻ അത് പറയാനായിട്ടുള്ളത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ പൊതുവേ കൊണ്ടാണ് നമ്മൾ ആ പെട്രോൾ CJ-3Bയുടെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറവും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും മെക്കാനിക്കിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ പേരും പഴയ പെട്രോൾ വണ്ടിയൊക്കെ ഇങ്ങനെ ഡീസൽ എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പഴയ CJ-3B ആയിരുന്നിട്ട് കൂടിയും നമുക്ക് ഡീസൽ എഞ്ചിൻ ആക്കിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ എഞ്ചിൻ തന്നെ ആക്കിയിട്ടുണ്ട്. വളരെ നല്ലൊരു എഞ്ചിനാണ്, റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ ഒരു മഹീന്ദ്ര ഈ ഒരു ഇൻ്റർനാഷണൽ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ CJ-3Bയുടെ 2 വീഡിയോ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പറയാതെ ഈ വണ്ടി അങ്ങ് ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ CJ-3Bയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് നന്ദി പറയേണ്ടത് 2 പേരോടാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ ഒരു ഓണർ, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ബ്രോ. അപ്പോൾ 2 പേരോടും, അതായത് ഇപ്പോൾ
ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നന്ദകുമാർ അങ്കിൾ അദ്ദേഹത്തിനോടുള്ളൊരു നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിച്ചു, അധികം പെട്ടെന്ന് തന്നെ ചോദിച്ചു, അദ്ദേഹം സമ്മതിച്ചു, ചെയ്തു, അതിനെന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ വണ്ടി സെറ്റാക്കി തന്ന നമ്മുടെ ഗോകുൽ ബ്രോ, അദ്ദേഹത്തിനോടും ഉള്ള നന്ദി ഈ ഒരു സമയത്ത് അറിയിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് എത്തുന്നിടം വരേക്കും ടീം ഓട്ടോ ഗാരേജ് സൈനിങ് ഓഫ്.